മുൻപും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു നടി നിഖില വിമലിൻ്റെ സഹോദരി സന്യാസത്തിലേക്കും അതുപോലെ തൻ്റെ ജീവിതം ഇനി ദൈവത്തിൻ്റെ അരികിലേക്കും എത്തിച്ചു എന്ന വിവരം പുറത്തു വന്നത്. വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഇത്. അതിന് കാരണം നിഖില വിമൽ സ്വയം തന്നെ താൻ വളരെയധികം തന്നെ പുരോഗതി ചിന്താഗതിയുള്ള വ്യക്തിയാണെന്ന് പുറത്തു പറയുമ്പോഴും തൻ്റെ കുടുംബത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ ചിന്താഗതിയുള്ളവരാണ് കൂടുതലുമുള്ളതെന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുള്ള വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിൽ നിന്ന് വ്യത്യാസമായി നിഖില വിമലിൻ്റെ സഹോദരി ഇത്തരത്തിൽ സന്യാസത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ചോദിച്ചത്. ഇപ്പോഴിതാ കൂടുതൽ വീഡിയോയും ചിത്രവുമാണ് പുറത്തു വരുന്നത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനാവായിയുടെ മണ്ണിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന കുംഭമേളയിൽ ശ്രദ്ധാകേന്ദ്രമായി സന്യാസിനി അവന്തിക ഭാരതി എത്തുന്നു. പ്രശസ്ത ചലച്ചിത്ര താരം നിഖില വിമലിൻ്റെ സഹോദരിയാണ് അഖിലയാണ് ആത്മീയതയുടെ പാത സ്വീകരിച്ച് അവന്തിക ഭാരതി എന്ന നാമത്തിൽ പുണ്യകർമ്മങ്ങൾക്ക് പങ്കാളിയായത്. മഹാമണ്ഡലേശ്വർ സ്വാമി, ആനന്ദബനം ഭാരതി, യോഗി അഭിനവ ബാലനന്ദ വൈരഭ എന്നിവർക്കൊപ്പം ദക്ഷിണേന്ത്യയുടെ കുംഭമേളയായി മാറിയ മഹാമാഘയുമ ഉത്സവത്തിന് ചുക്കാൻ പിടിച്ചതും അവന്തിക തന്നെയായിരുന്നു എന്ന് പറയാം. ജുനാപീഠശിരത്തിൽ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവധേശാനന്ദ ഗിരി മഹാരാജസിൽ നിന്നാണ് അഖില സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. സന്യാസവേഷത്തിൽ ഭാരതപ്പുഴയിൽ പുണ്യസ്ഥാനത്തെത്തിയ അഖിലയെ കണ്ട ആരാധകരും ഭക്തരും ഒരുപോലെ അത്ഭുതപ്പെടുകയായിരുന്നു ചെയ്തത്. എന്തൊരു തേജസ്സും ഐശ്വര്യവുമാണ് എന്നാണ് തിരുനാവായി അഖിലയെ നേരിൽ കണ്ടവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. നിഖിലയോടൊപ്പം സഹോദരി നിൽക്കുന്ന പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കുടുംബത്തോടൊക്കെ തന്നെ മാറി നിന്നാണ്, സ്വന്തം പേര് പോലും മാറ്റിയാണ് ജീവിക്കുന്നത്. സന്യാസ ജീവിതം തന്നെയാണ് തനിക്ക് ഏറ്റവും അനുയോജ്യമെന്ന് സഹോദരി തീരുമാനിച്ചു. അത് നിഖിലയെ ഒട്ടും ബാധിക്കരുത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മാറി നിൽക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി മതിയാകും. പക്ഷെ നേരിൽ കണ്ടാൽ കഴിയും എന്ന് കരുതിയില്ല. കണ്ടു, അവരും തിരുനാവായിലുണ്ട്. സന്തോഷം എന്ന് തന്നെയാണ് ഇപ്പോൾ താരത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് നിരവധി പേർ പറയുന്നത്. നിസാരി മേനോൻ എന്ന ബ്ലോഗർ കുറിച്ച വാക്കുകൾ തന്നെയാണ് ഇതെന്ന് പറയാം. അഖിലയുടെ ഈ ജീവിത മാറ്റത്തെക്കുറിച്ച് മുൻപ് വലിയ രീതിയിലുള്ള ചർച്ചകൾ വളരെയധികം നടന്നിരുന്നു. അന്ന് ഈ അന്വേഷണങ്ങൾക്ക് മറുപടിയായി അഖിലയുടെ ഗുരു അഭിനവ ബാലനന്ദ വൈരഭ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. തൻ്റെ ശിഷ്യ അഖില സന്യാസ ദീക്ഷയിലൂടെ അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് മാറിയതായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ലോകം കാണാനും യാത്ര ചെയ്യാനും ഇഷ്ടപ്പെട്ടിരുന്ന അഖില കൃത്യമായ ബോധ്യത്തോടെയും ആത്മീയ ചിന്തയോടെയുമാണ് ഈ വഴി തിരഞ്ഞെടുത്തതെന്ന് സന്യാസ വേഷത്തിലെ ചിത്രങ്ങൾ മുൻപ് വൈറലായപ്പോൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.